അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ സ്വലാത്ത് ഇടാൻ കുറച്ച് വൈകി, കാരണം ഞാനൊരു ദീർഘയാത്രയിലായിരുന്നു. ഇപ്പോഴാണ് യാത്ര കഴിഞ്ഞ് എത്തിയത്. അപ്പോൾ ഉടനെ സ്വലാത്ത് ഇടുകയാണ്. അതേപോലെ നാളെയും കൂടെ ഇൻഷാ അല്ലാഹ് ഇടാം. പിന്നെ മറ്റന്നാൾ ഞാൻ ഉംറക്ക് പോവുകയാണ് നമ്മുടെ ഹാജിമാരുടെ കൂടെ. അപ്പോൾ യാത്രയിലാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, രാത്രിയൊക്കെ ഫ്ലൈറ്റിലാകും. പിന്നെ ആളുകളെയും കൊണ്ട് മക്കത്തെത്തിയാലുള്ള തിരക്കിലൊക്കെ ചിലപ്പോൾ കൃത്യസമയത്ത് സ്വലാത്ത് ഇടാൻ പറ്റാതെ വരും. ചില ദിവസങ്ങളിലും സ്വലാത്ത് ഇടാൻ പറ്റാതെ വന്നേക്കാം. അതൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സദയം ക്ഷമിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ബിഖദ്രി ഹുബ്ബിക ഫീഹി വസിദ്നാ യാ മൗലാനാ ഹുബ്ബൻ ഫീഹി വഫർരിജ് അന്നാ മാ നഹ്നു ഫീഹി കഫീഹി ഫീഹി എന്നുള്ളത് നമ്മൾ നിർത്തും. അങ്ങനെ ഫീഹി ഇലാഹി ലാ നസ്അലുക റദ്ദൽ ഖളാഇ ബൽ നസ്അലുക ലുത്ഫ ഫീഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇതാണ് ഇന്നത്തെ സ്വലാത്ത്. ഒറ്റ വാക്കിൽ, അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാമായ അഷ്റഫുൽ ഖൽഖ്, ഞങ്ങളുടെ വഴികാട്ടിയായ, ഞങ്ങളുടെ എല്ലാമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ സ്വലാത്ത് ചെയ്യണം. അല്ലാഹ് സ്വലാത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുക എന്നാണല്ലോ അതിന്റെ ഉദ്ദേശം. നബിയുടെ കുടുംബങ്ങളുടെ മേലും സ്വഹാബത്തിന്റെ മേലിലുമെല്ലാം നീ ഗുണം ചെയ്യണേ അല്ലാഹ്. ബിഖദ്രി ഹുബ്ബിക ഫീഹി, നീ ആ നബിയെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നോ അത്ര കണ്ട് നീ സ്വലാത്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത സ്വലാത്ത്. അല്ലാഹു തആല റസൂലുള്ളാഹിന്റെ മഹബത്ത് വെക്കണീന് അതിരുണ്ടോ? അറ്റുണ്ടോ? ഖദറുണ്ടോ? ഇല്ലല്ലോ. അതാണ് ബിഖദ്രി ഹുബ്ബിക, നീ ഇഷ്ടപ്പെടുന്നതിന്റെ മഹബത്ത് വെക്കുന്നതിന്റെ ഖദറനുസരിച്ച്, തോതനുസരിച്ച്, ഫീഹി ആ റസൂലുള്ളാഹി. അപ്പൊ എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത സ്വലാത്ത്. അല്ലാഹു തആല ഹബീബിനെ പിരിശം വെക്കുന്നതിനെ ഒരളവ് പോലെ നിശ്ചയിക്കാനോ അളക്കാനോ തിട്ടപ്പെടുത്താനോ ആർക്കാണ് സാധിക്കുക? അപ്പൊ അത്രയും വലിയ സ്വലാത്ത് നീ ചെയ്യണം. വസിദ്ന, ഞങ്ങൾക്ക് നീ യാസ്തിയാക്കണം, അധികരിപ്പിക്കണം, വർദ്ധിപ്പിക്കണം. യാ മൗലാന, ഞങ്ങളുടെ യജമാനനായ നാഥ, ഹുബ്ബൻ ഫീഹി, റസൂലുള്ളാഹി തങ്ങളിലുള്ള ഞങ്ങളുടെ ഹുബ്ബിനെ, റസൂലുള്ളാഹിനോട് ഞങ്ങൾക്കുള്ള പിരിശത്തെ, മഹബത്തിനെ നീ വർദ്ധിപ്പിച്ച് തരണം. റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് വർദ്ധിക്കും തോറുമാണ് ഈമാനിന്റെ വർധനവ് ഉണ്ടാകുക. വഫർരിജ് അന്നാ, ഞങ്ങളെ തൊട്ട് നീ തൊറവടിയാക്കി തരണം. മാ നഹ്നു ഫീഹി, ഇപ്പൊ ഞങ്ങൾ ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ ഒന്ന് തൊറവടിയാക്കി തരണം, രക്ഷപ്പെടുത്തി തരണം എന്നാണ്. ഇലാഹി, എന്റെ നാഥ, അല്ലാഹുവേ, ലാ നസ്അലുക റദ്ദൽ ഖളാഇ, നീ ഞങ്ങൾക്ക് വിധിച്ച വിധികളെ നീ തട്ടിക്കളയണം എന്ന് ഞങ്ങൾ നിന്നോട് തേടുന്നില്ല. നിന്റെ ഒരു വിധി ഞങ്ങൾക്ക് ബാധകമാക്കരുത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. ബൽ, പിന്നെ, നസ്അലുക ലുത്ഫ ഫീഹി, നിന്റെ ഖളാഇൽ ഞങ്ങളോടൊരു കാരുണ്യം കാണിക്കണമേ, നിന്റെ കാരുണ്യം നിറഞ്ഞ ഖളാ ഞങ്ങൾ കേൾക്കണമേ. അതാണ് ഞങ്ങൾ തേടുന്നത്, കേണപേക്ഷിക്കുന്നത്. ഇതാണ് ഇന്നത്തെ സ്വലാത്തിന്റെ ചുരുക്കം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുത്തുനബിയുടെയും ആലുൻ നബിയുടെയും അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെയൊക്കെ ഹക്ക് കൊണ്ട് നമ്മെ ഇരു ലോകത്തും വിജയികളിൽ പെടുത്തട്ടെ. നമ്മുടെ ഹസനാത്തുകൾ, നന്മകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. സയ്യിആത്തുകൾ, നമ്മളിൽ നിന്ന് വന്ന തിന്മകളൊക്കെ അല്ലാഹു ഇല്ലായ്മ ചെയ്ത് നമ്മെ സ്ഫുടം ചെയ്ത് തരുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.